أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. صدق الله. വളരെ വളരെ നന്നായിട്ടുണ്ട്. ഒരു വൈൻ്റെ ഉച്ചാരണം മാത്രം ഇൻഷാ അല്ലാഹ് അത് അതിന്റെ സമയത്തുമ്പോൾ പഠിക്കും കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേറെ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير الملومين. فمن ابتغى وراء ذلك فأولئك هم العادون. മാഷാ അല്ലാഹ്. ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ മഹ്റജിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു ഹൽക്കിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണല്ലോ. അതിൽ പിന്നെ ഈ ഐന്റെയും തമ്മിലുള്ള ആ വ്യത്യാസങ്ങളും പിന്നെ ചില സ്ഥലത്ത് ഹംസമാതിരി ആവുന്നുണ്ട്. ഒന്ന് നോക്കണം ഇൻഷാ അല്ലാഹ്. അതിങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലിയർ ആവും കേട്ടോ. എല്ലാം കൂടി നോക്കുമ്പോൾ ഇതുവരെയുള്ള നമ്മൾ ഈ തുടക്കക്കാരല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ബറക്കല്ലാഹു ഫീക്. ഇനി അടുത്ത ആള് ആരെങ്കിലും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو والذين هم عن اللغو معرضون والذين هم عن اللغو معرضون والذين هم لزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. അതെ, പെട്ടെന്ന് എഴുന്നേറ്റ് പോയ സമയത്ത് വിളിച്ചത്, അത് ഓടി വന്നപ്പോ അത് തപ്പലായി പോയി. കുഴപ്പമില്ല, എന്നാലും നന്നായിട്ടുണ്ട് പാരായണം. മറ്റേ അതിലുണ്ടല്ലോ ലിസ്സക്കാത്തി സായിക്ക് ഒരു ശബ്ദം ഉണ്ട്, അത് വിട്ടുപോയിട്ടുണ്ടതിന് മുന്നേ കേട്ടോ. ബാക്കി ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയായിക്കോളും. നന്നായിട്ടുണ്ട്, തുടക്കക്കാരല്ലേ, അപ്പം അറിയുന്നതായിരിക്കും. എന്നാലും ഈ നമ്മളിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നന്നായിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون
والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. മാഷാ അല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അത്രയും ഭാഗം ഓതിയിട്ടുള്ളൂ. ഒരു ഭാഗം വളരെ ക്ലിയർ ആണ്. പിന്നെ ബിസ്മിൽ ചെറിയൊരു ഫൈൻ ട്യൂണിങ്ങിന്റെ ഒക്കെ ആവശ്യമുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ ശരിയായിക്കോളും. ബാക്കിയെല്ലാം പാരായണമെല്ലാം വളരെ ഉഷാർ തന്നെയാണ് കേട്ടോ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. മാഷാ അല്ലാ, ബാറക്കല്ലാഹു. അത് നന്നായിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ഫൈൻ ട്യൂണിങ് ആവശ്യമുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ നേരത്തെ പാരായണം ചെയ്തവരോട് പറഞ്ഞ മാതിരി തന്നെ സായിന്റെ ശ്രദ്ധ കാണാണ്ട പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒന്ന് നോക്കി തന്നെ ഓതാൻ ശ്രമിക്കുക. നമ്മളെ ഹിഫ്ള് ഓതുന്നതിന് പകരം. ഇൻഷാ അല്ലാ നന്നായിട്ടുണ്ട്, പാരായണം നന്നായിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. മാഷാ അല്ലാ നന്നായിട്ടുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു രണ്ട് ഇത് നമ്മളെ ഇപ്പൊ പഠിച്ച ഹൽക്കിന്റെ മഹ്റജ് വരുന്ന സമയത്ത് വല്ലദീനഹും അനി എന്നായിപ്പോ അത് അയിന്റെ സ്ഥാനത്ത് അനി എന്നുള്ളതിന്റെ അതിന്റെ സ്ഥാനത്ത് ഹംസ ആയിപ്പോ എന്നുള്ളത് നോക്കണം. ഒന്നത്. പിന്നെ ഫമനിബത്തക അത് റൈന് അയിനായിപ്പോയൊന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അത് ഹൽക്കിന്റെ അക്ഷരങ്ങളല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം മറ്റേ നമ്മൾ പഠിക്കാത്തൊക്കെ നന്നായിട്ടുണ്ട്, പറയണ നന്നായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير الملومين فمن ابتغى وراء ذلك فأولئك هم العادون. ആ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ നാലാമത്തെ ആത്തുന്നതോ വല്ലദീനം ലിസ്സകാത്തി ഫായിലുൻ എന്നുള്ളത് والذين هم للزكاة അല്ല, അതൊന്നും കൂടി നോക്കി.
വല്ലദീനവും കഴിഞ്ഞിട്ട് വൽ ലി സായിന്റെ മുകളില് എന്തുണ്ട്? ശബ്ദ ഉണ്ട് അല്ലെ? പിന്നെ അടുത്ത അക്ഷരം എന്താ? കാഫ് കാഫിന്റെ മുകളില് ഫത്ത ഫത്ത ഉണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? വാവിന്റെ മുകളില് സക്കവാ എന്നാണെങ്കിൽ വാവിന്റെ മുകളില് അലിഫത്തിന് മുമ്പായിട്ട് ഒരു ഫത്തയും കൂടി വരികയായിരുന്നു. ഇത് ശരിക്കും അലിഫ് ലയ്യനാണ്, അലിഫ് മക്സൂറ പറയും. ഇത് വാവ് എന്ന് പറയുന്നത് ആ അലിഫിന്റെ ചെയറാണ് അവിടെ. മനസ്സിലായോ? അപ്പൊ എന്ത് വായിക്കും? അതെന്തായി? ലീൽ എന്ന് പറയില്ല. ലീൽ എന്ന് പറയണമെങ്കിൽ രണ്ടാമത്തെ ലാമിന്റെ മുകളിൽ സുക്കൂന്റെ അടയാളം ഉണ്ടാവുമായിരുന്നു, അതില്ലല്ലോ. അപ്പൊ എന്താ വരും? സക്കവാത്തി അല്ല, സക്കാത്തിയാണത്. സക്കാത്തിയാണ്. മനസ്സിലായില്ലേ? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. മനസ്സിലായോ? ഇനി അത് സക്കവാത്തി എന്ന് വായിക്കരുത്. അതേമാതിരി സ്വലാത്ത് വരും. ചിലരില് സ്വലവാത്തി എന്നാ വായിച്ചു പോയത്. സ്വലവാത്ത് ഉണ്ട് ഖുറാനില്. അപ്പൊ ഈ സ്വലവാത്തി അല്ലെങ്കിൽ സക്കവാത്തി എന്നൊക്കെ ആണെങ്കിൽ വാവിന് സക്കവാത്തി ഉണ്ടാവില്ല. സ്വലവാത്തി ആണെങ്കിൽ വാവിന് ഈ അലിഫ്മസുറിന്റെ പുറമെ ഒരു ഫത്തയും കൂടി ഉണ്ടാവും. കാഫിന്റെ മുകളിലുള്ള ഇല്ലേ ഫത്തയല്ലേ, അതേമാതിരി വാവിനും ഒരു ഫത്ത ഉണ്ടാവും. അതിനുശേഷം ഇത് വരുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അത് അലിഫ്മത്തിന് പകരമുള്ള അലിഫ് ലൈനാണ്. വാവ് അലിഫിന്റെ ചെയറാണ് കേട്ടോ. ബാക്കിയുള്ളത് പാരായണം ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാണ്ട് കുറെ നീട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ തർക്കക്കാരല്ലേ, അതൊക്കെ ക്ലിയർ ആവും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മള് ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമുക്ക് കുറഞ്ഞ സമയം സാങ്കേതികമായ തടസ്സം വന്നു. അതാണ് സന്ദർഭോചിതമായി റഫീഖ് സാഹിബ് ക്ലാസ് ഏറ്റെടുത്തത്. അദ്ദേഹത്തെ അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ സാങ്കേതികമായി അവിടെ നിന്ന് ചെയ്യുന്ന ആളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഖൈറാക്കട്ടെ. നമുക്ക് നിങ്ങൾ നേരത്തെ പാരായണം ചെയ്തു പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ഫാത്തിഹയുടെ ആ ഒരു ഭാഗം അങ്ങ് കവർ ചെയ്ത് പോട്ടെ. ഫാത്തിഹ കഴിഞ്ഞു പോയി അക്ഷരങ്ങളിലേക്ക് പോകാം. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഓരോ സ്ലൈഡുകളിലും നിങ്ങൾ ഒരു നിരീക്ഷണം നന്നായി ശ്രദ്ധിക്കുക. ഇവയുടെ അക്ഷരങ്ങളുടെ പേരാണ് ഇവിടെ കാണുന്ന മുകളിൽ റെഡില് പെട്ടിയിലായിട്ട് കാണിക്കുന്നത്. അലിഫ് എന്നാണ് ആ അക്ഷരത്തിന്റെ പേര്. അത് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് താഴെയും തൊട്ട് താഴെ ബ്ലാക്കിൽ എഴുതിയത് കാണാം, അലിഫ്. അപ്പൊ നമ്മളെ സ്ലൈഡിൽ നമ്മൾ ഇതാ ഇവിടെ കാണുന്ന ബാക്കി 28 കോളം ഉണ്ട്. അത് മൊത്തം നമുക്ക് ഇപ്പൊ പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്ത് പോകാം. ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു പോകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നിങ്ങൾ അക്ഷര പഠനം നടത്തിയതായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ സമയം വേണമെന്ന് വിചാരിക്കുന്നില്ല. ഓക്കെ, അലിഫ്. നെക്സ്റ്റ് ആയിരുന്നത് ഹംസയെ കാണാം. ഹംസയുടെ പേര് എങ്ങനെയാണ് എന്ന് എല്ലാവരും ഒന്ന് നോക്കി വെക്കണം. ഹംസത്തുൻ അല്ലെ, ഹംസത്തുൻ അല്ലെങ്കിൽ ഹംസുൻ അങ്ങനെയും പറയാം. അപ്പൊ ഹംസ എന്ന നാമത്തിൽ ആ ഒരു വേർഡില് താഴെ കാണുന്ന കറുത്ത മഷിയിൽ എഴുതിയ ലെറ്റർ ഹംസ കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് ഓർത്തു വെക്കണം. ഹംസ എന്ന് എഴുതുന്നതിൽ ഹംസ കാണുന്നില്ല. ഓക്കെ, ഹംസ ഇല്ല. ഹംസ എന്ന പേരിനുള്ളിൽ ഹംസ എന്ന അക്ഷരമില്ല. ഓക്കെ, അപ്പൊ ഹംസയായി. അലിഫ് ഹംസ ഒന്നിച്ച് ഒരു കോളത്തിലാക്കി എഴുതുകയും ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 28 കോളത്തില് 29 അക്ഷരങ്ങളെയും എഴുതാം. അലിഫും ഹംസയും ഒരു അക്ഷരത്തിന്റെ വകഭേദങ്ങളാണ് എന്ന് ഓർത്തു വെക്കുക. ഒരേ അക്ഷരത്തിന്റെ വകഭേദങ്ങളാണ്. സത്യത്തില് അ ഇ ഉ എന്ന ശബ്ദം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അ ഇ ഉ ശബ്ദം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഹംസയുടെ. വെരി ഗുഡ്, ഹംസയുടെ. അലിഫ് ഒരു ദീർഘാക്ഷരമാണ്, യാ വാവ് പോലെ ദീർഘാക്ഷരമാണ്. പക്ഷെ ചില സമയത്ത് ഹംസയുടെ
സാന്നിധ്യം പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ഹംസ എഴുതാൻ പാടില്ലാത്ത സന്ദർഭം. അവിടെയൊക്കെ ഹംസയുടെ റോള് അല്ലെങ്കിൽ ഹംസയുടെ ഡ്യൂട്ടി, ധർമ്മം അലിഫ് ഏറ്റെടുക്കും. അപ്പൊ അള്ളാഹു എന്ന് എഴുതുമ്പോൾ ആദ്യം കേൾക്കുന്നത് അ എന്ന ഹംസയുടെ ശബ്ദമാണ്. പക്ഷെ അവിടെ ഹംസ എഴുതൂല, അലിഫ് മാത്രമേ എഴുതുള്ളൂ. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വരുന്നു എന്ന് മാത്രം. അപ്പൊ ഹംസയുടേതാണ് യഥാർത്ഥത്തിൽ അ ഇ ഉ ശബ്ദം എന്ന് ഒരു ധാരണ അവിടെ നിൽക്കട്ടെ. അലിഫും ഹംസയും ഒരക്ഷരം തന്നെ എന്നും പറയാറുണ്ട്. ശരി, അടുത്ത അക്ഷരം ബ. ബ കണ്ടോ, ഒരു ഹംസ ഉണ്ട് അവസാനം. കഴിഞ്ഞ ആഴ്ച ആ സംശയം ആരോന്ന് ചോദിച്ചിരുന്നു, ബാ എന്ന് പറയുന്നതിന് എന്താ വിരോധം, ഹംസ ഇല്ലേ എന്ന്. ബാ എന്ന് സുക്കൂനിട്ട് പറയുന്നത് കൽക്കല എന്ന ഒരു സ്വഭാവത്തിലേക്ക് കടന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ബാ എന്ന് പറയണ്ട. എന്നതിനെ ഒന്ന് ലൈറ്റ് ആക്കുക. ബാ ബ ബ. ഓക്കെ, അലിഫ് ഹംസ ബ. ത. പേരെഴുതിയതും നോക്കണം, അക്ഷരം എഴുതിയതും നോക്കണം. ത ത. ഓക്കെ, പിന്നെ സ സ സ. ജീം ജീം ജീം. ഹ ഹ ഹ. ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ കേൾക്കുകയും രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ചൊല്ലി നോക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏഴാമത്തെ അക്ഷരം വന്നപ്പോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഉണ്ടാവും. ഹെവി ടോൺ നൽകപ്പെടുന്ന അക്ഷരമാണ് ഹ. ഹ ഹ എന്ന് വരും. മുഫഖമായി ഉച്ചരിക്കണം. നമ്മൾ അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. ശേഷം ദാൽ ദാൽ. അടുത്തത് ഒരു പുള്ളി കൂടെ വരുമ്പോ, ഒരു നുക്ത കൂടെ വരുമ്പോ അക്ഷരം മാറും. ദാൽ ദാൽ. പിന്നെ റോ റോ. പിന്നീട് സൈ സൈ, അതിന്റെ പേര് സൈ. ശരി, സീൻ സീൻ. ഇനി അതിന് 3 പുള്ളി ഇടുമ്പോ ഷീൻ ഷീൻ. സാദ് സാദ്. ദാദ് ദാദ്. ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ടൈം എടുത്ത് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് മഖ്റജിന്റെ സമയത്ത് വരും. ത ത ത. അതിന് പുള്ളിയിട്ട് കഴിഞ്ഞാൽ വാ വാ. ഐൻ ഐൻ ഐൻ. പുള്ളിയിട്ടാൽ ഗൈൻ. ഗൈൻ എന്ന് പറയാൻ പറ്റില്ല. ഗൈൻ അല്ല, ഗൈരിൽ മഗ്ദൂബി അല്ല, ഗൈരിൽ മഗ്ദൂബി അല്ല, ഗൈരിൽ ഗൈരിൽ ഗൈൻ. ഫ ഫ. ഖാഫ് ഖാഫ്. കാഫ് കാഫ്. ലാം ലാം. മീം മീം. മീം ചിലപ്പോ വാല് താഴേക്കല്ലാതെ നീട്ടിയും എഴുതാറുണ്ട്. അത് കാണുമ്പോ മനസ്സിലാകും. നൂൻ നൂൻ. ഹാ ഹാ. വാവ് വാവ്. യാ യാ. ഓക്കെ, ഇങ്ങനെ 28 കോളങ്ങളിലായി 29 അക്ഷരങ്ങളെ നമ്മൾ എഴുതിയ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത് സ്ക്രീനിൽ. ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കണം എന്നതാണ് ഒരു ഹോംവർക്ക്. അത് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ചിലരൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതോടെ എഴുതിയിട്ടുണ്ടാകും. അന്ന് എഴുതിയിട്ടില്ലാത്തവര് ഇന്ന് അത് എഴുതി വെക്കണം. വിഭാഗം സ്ക്രീൻഷോട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ മൊത്തം അക്ഷരങ്ങളെ അക്ഷരം മാറ്റി മാറ്റി ഇങ്ങനെ എഴുതണം. അല്ലെങ്കിൽ ആ സൈഡിലുള്ള അക്ഷരങ്ങൾ നിൽക്കുക. ഈ അക്ഷരം മൊത്തം 28 അക്ഷരങ്ങൾ, 28 കോളങ്ങളിലായിട്ട് അക്ഷരങ്ങളെ ഒന്ന് എഴുതി വെക്കണം. ബാക്കി നമ്മൾ ഓരോ സൈഡിൽ അക്ഷരങ്ങൾ വ്യത്യസ്തമായി കാണിച്ചു എന്ന് മാത്രം.
ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ഇനി നമ്മൾ കിടക്കുന്നത് അക്ഷരങ്ങൾ എന്നതിൽ നിന്ന് ഇതേപോലെ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇങ്ങനെ എഴുതി വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 7 അക്ഷരങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ വരച്ച് അടയാളം വെക്കുക, റൗണ്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇനി അതിന്റെ പ്രാക്ടീസിലേക്ക് കിടക്കുകയാണ്. ഇതൊന്ന് വായിച്ചു നോക്കൂ. അക്ഷരങ്ങളെ പ്രധാനമായി 2ആയിട്ട് തരംതിരിക്കുക. അറബി അക്ഷരങ്ങളെ 2ആയിട്ട്, അലിഫ് ഹംസ അടക്കം 29 അക്ഷരങ്ങൾ വെക്കുക. ആ അക്ഷരങ്ങളെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. പലതരത്തിലും അക്ഷരങ്ങൾ തിരിക്കാറുണ്ട് കേട്ടോ. മഖ്റജിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കും, സിഫത്തുകളുടെ അടിസ്ഥാനത്തിൽ തിരിക്കും, പല രീതിയിലും തിരിക്കും. ഇതിപ്പോ പ്രധാനമായി 2 ടൈപ്സ് ആയിട്ട് നമ്മൾ തിരിക്കുകയാണ് നമ്മളെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒന്ന്, സ്വരഭാരത്തോടെ ഉച്ചരിക്കുന്ന സ്വരഭാരമുള്ള അക്ഷരങ്ങളാണ്. മറ്റൊന്ന് സ്വരഭാരത്തിന് ഓപ്പോസിറ്റ്, സ്വരലാഘവം, അതായത് കുറച്ച് സ്വരം താഴ്ത്തി പറയുന്നത്, സ്വരം താഴ്ത്തി പറയുന്ന അക്ഷരങ്ങൾ, സ്വരലാഘവമുള്ള അക്ഷരങ്ങൾ. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടുണ്ടാവണം. ഇനി നമ്മളുടെ സ്വരലാഘവം അടുത്ത സ്ലൈഡിൽ ഇതിന്റെ അറബി പേരും കൂടെ കാണാം നിങ്ങൾക്ക്. സാങ്കേതികമായി തജ്വീദിൽ എന്താ പറയാ, 2ആയി തിരിക്കുന്ന അക്ഷരങ്ങൾ. ഒന്ന് സ്വരഭാരമുള്ള അക്ഷരങ്ങൾ, അതിന് ഇസ്തിലാന്റെ അക്ഷരം എന്നാ പറയാ. ഹുറൂഫുൽ ഇസ്തിലാ, സ്വരഭാരം കുറഞ്ഞ സ്വരലാഘവമുള്ള അക്ഷരങ്ങൾ, സ്വരം താഴ്ത്തി പറയുന്ന അക്ഷരങ്ങൾക്ക് ഇസ്തിഫാലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. ഇസ്തിഫാൽ, ഹുറൂഫുൽ ഇസ്തിഫാൽ അല്ലെങ്കിൽ ഹുറൂഫുൽ ഇസ്തിഫാല. അത് ആ പേരുകൾ രണ്ടും പറഞ്ഞു നോക്കൂ. സ്വരഭാരമുള്ള അക്ഷരങ്ങൾക്ക് എന്താ പറയാ? ഇസ്തില. ഇസ്തില എന്ന പദം എവിടുന്ന വന്നറിയോ? ആല, ആലി എന്നൊക്കെ കേൾക്കില്ലേ? ആല, ആല, ഉന്നതം, ഉയർന്ന. എന്നാല് ഇസ്തിഫാൽ എന്നുള്ളതോ സുഫ്ല, അസ്ഫല സാഫിലി. അതെ. അപ്പൊ ഒന്ന് സ്വരഭാരം എന്ന് പറഞ്ഞാല് നാവ് ഉയർത്തി വായി നിറച്ച് സ്വരഭാരം നൽകി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ മറ്റത് നാവ് താഴ്ത്തി ശബ്ദം അല്ലെങ്കിൽ അതിന്റെ ഒരു ടോൺ അല്പം ലൈറ്റായിട്ട് ഉച്ചരിക്കുക എന്ന് പറയാറുണ്ട്. അത് നമ്മൾ പറഞ്ഞു തന്നെ ശീലിക്കണം. ഓരോന്നിന്റെയും സ്വരഭാര സ്വരലാഘവ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒച്ച കൂട്ടുന്നതിനല്ല സ്വരഭാരം എന്ന് പറയാ, കട്ടി കൂട്ടുന്നതിനല്ല സ്വരഭാരം എന്ന് പറയാ. ആ ടോണിലെ ചെറിയൊരു വ്യത്യാസമാണ്. നമ്മളെ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ഈ പറഞ്ഞ സ്വരഭാരമുള്ള അക്ഷരവും സ്വരലാഘവമുള്ള അക്ഷരവും അതിൽ എല്ലാ സമയങ്ങളിലും സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. സ്ലൈഡ് കാണുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചെഴുതി നോക്കൂ പെട്ടെന്ന്. ഹുറൂഫുൽ ഇസ്തിലാ, ഹുറൂഫുൽ മുഫഖമ ഒന്ന് വായിച്ചു നോക്കൂ. ഖാ ഇസ്തിലാ ആയിട്ട് വായിക്കണം, മുഫഖമായി വായിക്കണം. സാദ്, ദാദ്, ഗൈൻ, താ, ഖാഫ്, വാ. എപ്പോഴും സ്വരഭാരം, ഓൾവേസ് ഇസ്തില, ഓൾവേസ് ഹെവി ടോൺ. ഫത്ഹ ആണെങ്കിലും കസ്റ ആണെങ്കിലും ദമ്മ ആണെങ്കിലും ഒക്കെ ഇസ്തില ആയിരിക്കുന്നത്. ഹ, ഹി, ഹു. അല്ലാതെ അപ്പൊ നിങ്ങൾ സംശയിക്കും അതെന്താ അല്ലാത്ത സ്റ്റൈൽ എന്താണ് അതിന്റെ? ചിലരിങ്ങനെ പറയും ഖലഖ എന്നറിയും. ഖലഖ, ഖലഖ സമാവാതി എന്ന് മലർത്തി പറയും. ഖലഖ അല്ലാഹു ഖലഖ സമാവാതി അല്ല, ഖലഖ 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 ഉണ്ടോ? ഖ ഖ ക ഖ ക ഖ ക ഖ. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഇസ്തിലാ എന്ന പദവി വരുന്നത്. ഹെവി ടോൺ ആയിരിക്കും. ഇസ്തിലാ ആയ അക്ഷരങ്ങൾ മുഫഖമായി ഉച്ചരിക്കണം. എഴുതി വെച്ചോളൂ. ഇസ്തിലാ ആയ അക്ഷരങ്ങൾ മുഫഖമായി ഉച്ചരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റാ പ്രാക്ടിക്കൽ തലത്തിൽ വരുമ്പോൾ ഉണ്ടാവേണ്ട കാര്യം. ഇസ്തിലാ ആയ അക്ഷരങ്ങൾ മുഫഖമായി ഉച്ചരിക്കണം. മുഫഖമായി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരഭാരത്തോടെ. ഇസ്തിലാ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരഭാരം ഉയർത്തി പറയുന്ന അക്ഷരങ്ങൾ.
സെയിം ആശയം തന്നെയാണ് രണ്ട് വാക്കും. സാങ്കേതികമായി നമ്മൾ തഹജ്ജി ചെയ്യുമ്പോഴൊക്കെ മുഫഹമ എന്നാണ് പറയാ. ഇസ്തിലായ അക്ഷരത്തിനെ മുഫഹമ എന്നാണ് തഹജ്ജി ചെയ്യുമ്പോഴൊക്കെ പറയാ. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്തില ആയ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ മുഫഹമായി തന്നെ ഉച്ചരിക്കണം. എഴുതി വെച്ചല്ലോ, ഷോർട്ട് ഹാൻഡ് ചെയ്തല്ലോ. ഒന്ന് പറയൂ, ഒരാള് ആരെങ്കിലും ഒന്ന് പറയൂ. ഇസ്തിലാഹായ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ മുഫഹമയായി ഉച്ചരിക്കണം. യെസ്. എന്താ ഈ മുഫഹമയായി എന്ന് പറഞ്ഞാല്? സ്വരഭാരത്തോട് കൂടിയിട്ട്. സ്വരഭാരം. സ്വരഭാരം എന്ന് പറഞ്ഞാൽ കട്ടി ശബ്ദിടലാണോ? അല്ല. അല്ല. അത് പിന്നെ വായു നിറച്ച് ഒരു പെരുപ്പിച്ച് പറയുക, അല്ലെങ്കിൽ ഹെവി ടോൺ നൽകപ്പെടും. നമുക്ക് നോക്കാം, വാക്കുകളിലേക്ക് വരുമ്പോൾ നോക്കാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇത്. ഒന്നും കൂടെ വാക്കുകളിൽ വരുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കൂ, ഇതിന്റെ ചില വേറെ ഭാഗങ്ങൾ. മറ്റുള്ള എല്ലാ അക്ഷരങ്ങളും സ്വരലാഘവത്തോടെ ഉച്ചരിക്കേണ്ടതായ അക്ഷരങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ എന്നിവ ഒഴികെയുള്ള ബാക്കി എത്ര ഉണ്ടാവും? 22 ഉണ്ടാവും. ഇപ്പൊ 7 നമ്മൾ ഓൾവേസ് ഇസ്തില ആയ ലെറ്റേഴ്സ് എത്ര എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? 7. ഓൾവേസ് ഇസ്തില ആയ അക്ഷരങ്ങൾ 7 ഉണ്ട്. ഈ സ്ലൈഡ് നോക്കി പറഞ്ഞതല്ലേ 3? ഓൾവേസ് 7 എപ്പോഴും ഇസ്തില ആയ അക്ഷരങ്ങൾ ഫത്ഹ കസ്റ ദമ്മ ഏത് ഹാലിൽ വന്നാലും ഇസ്തില ആയിരിക്കും. മുഫഹമായി തന്നെ വായിക്കണം. 7 അക്ഷരങ്ങൾ. എന്നാൽ ബാക്കി അക്ഷരങ്ങളൊക്കെ ഇസ്തിഫാലാണ് എങ്കിലും, ബാക്കി അക്ഷരങ്ങളൊക്കെ ഇസ്തിഫാലാണ്, ഹുറൂഫുൽ ഇസ്തിഫാൽ എന്ന് സാങ്കേതികമായി പറയാം അല്ലെ, ഇസ്തിഫാലാണ്. പക്ഷേ അതിൽ അലിഫ് ലാമ് റാ എന്ന 3 അക്ഷരങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇസ്തില പദവിയിലേക്ക് ഉയരുകയും സ്വരഭാരത്തോടെ ഉച്ചരിക്കപ്പെടുകയും ചെയ്യണം. ആരാ 3 ആള്? ഈ അക്ഷരങ്ങൾ ഏത് ഗണത്തിലാണ് സത്യത്തിൽ? ഇസ്തിഫാലാണ്. പക്ഷേ എപ്പോഴും ഇത് ഇസ്തിഫാലായിരിക്കോ ഈ 3 എണ്ണം? അല്ല. ചില സമയത്ത് എന്താകും? അതെ, സ്വരഭാരം നൽകണം, ഇസ്തില ആകണം. അത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് സാവകാശം പഠിച്ചാൽ പോരെ? അത് സാവകാശം പഠിക്കാം. പക്ഷെ നമുക്ക് റാഇനെ മാത്രം ഒന്ന് ഇന്ന് പരിശോധിക്കണം. ഈ പറയുന്ന കൂട്ടത്തില് അലിഫും ലാമുകൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോ റാഇലേക്ക് മാത്രം വരും. റാ ഫത്ഹ വരുമ്പോ ഇസ്തില ആകും, മുഫഹമായി വരും. എന്നാൽ കെസ്ർ വരുമ്പോ അത് ഇസ്തിഫാലിൽ തന്നെ നിൽക്കും, അതായത് മുറക്കക്കയാവും. റാ കെസ്റ മുറക്കക്ക രി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റാ ര, ഇതാണ് വ്യത്യാസം. റാ എന്നത് റാഇന്റെ മുഫഹമായ ഇസ്തില ആയ അവസ്ഥയാണ്. ര എന്നത് റാഇന്റെ ഇസ്തിഫാലായ അവസ്ഥയാണ്. അതായത് റാഇന് കെസ്ർ വരുമ്പോ രാശബ്ദം വരും. രി 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 റീ എന്ന് പറയില്ല. രി റാ റി എന്ന് പറയാതെ റാ രി. പിന്നെ ദമ്മ വരുമ്പോ വീണ്ടും ഇസ്തിലാവും. രു എന്നല്ല പറയാ. രു എന്ന് പറയുമ്പോൾ ഇസ്തിഫാലായി പോകും. പക്ഷെ രു പറയില്ല. റാ രി റു, റാ രി റു എന്നിങ്ങനെ വരും. ഓക്കെ, ആ പറഞ്ഞത് ക്ലിയർ ആയിണ്ടാവും. നോക്കൂ, ഇതാണ് 3 ആളുകൾ. ചില സന്ദർഭങ്ങളിൽ ആ 22 ആളുകളുടെ കൂട്ടത്തില്, ഹുസ്സദൗത്തിൻ ഒഴികെയുള്ള 22 ആളുകളുടെ കൂട്ടത്തില് ഈ കാണുന്ന 3 പേർ ചില സന്ദർഭങ്ങളിൽ ഇസ്തിലാഇനെ പോലെയാകും. തുഫഹമു അഹ്യാനൻ, ചിലപ്പോൾ മുഫഹമായി വരും. അതെപ്പോഴാണെന്ന് ഇൻഷാ അല്ലാഹ്
സന്ദർഭത്തിൽ നിന്ന് പിന്നീട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നത് പോലെ റായിനെ മാത്രം പരിശോധിക്കാം. ആദ്യം കാണുന്ന വാക്ക് ഏതാണ്? റജുലുൻ. രജുലുൻ ആണോ റജുലുൻ ആണോ? ഓക്കെ. അപ്പൊ റാ എന്നത് മുഫഖമായി ഇസ്തിലാഇന്റെ പദവിയിലേക്ക് ഉയർന്നു. റാ ഫത്ഹ മുഫഖമ റാ റജുലുൻ. റാ ഫത്ഹ മുഫഖമ റാ റജുലുൻ. അതേ റാ രണ്ടാമത് കെസ്റിട്ട് എഴുതി. അപ്പൊ റിജുലുൻ എന്നാണോ വായിക്കുക? അല്ല. റീന്ന് വായിക്കാൻ പറ്റില്ല. റാക്ക് കെസ്ർ വന്നാൽ അത് ഇസ്തിഫാൽ തന്നെയായിരിക്കും. ലൈറ്റ് ആകും, ലൈറ്റ് ടോൺ നൽകപ്പെടും. അപ്പൊ റാഇന്റെ ഹെവി ടോൺ റാ 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 റൂ 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 ശബ്ദമാണ്. എന്നാൽ റാഇന്റെ ലൈറ്റ് ടോണ്, ഇസ്തിഫാൽ ടോണ്, മുറക്കത്തായ ടോണ് ഇരി 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 എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഈ പദങ്ങൾ മൂന്നും നോക്കൂ. ശരീബ, ഫരിഹ, കരിഹ. അതെ, മൂന്നിലും എന്താ വന്ന് എന്തായിട്ടാ നിൽക്കുന്നത്? ഇസ്തിഫാല. അതുകൊണ്ട് മുറക്കായിട്ടാണ് വായിച്ചത്. ഇസ്തിഫാലായ അക്ഷരങ്ങൾ മുറക്കായി വായിക്കുന്നു, ഇസ്തിലാ ആയ അക്ഷരങ്ങൾ മുഫഖമായി വായിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ എല്ലാരും. ഇസ്തിഫാൽ ഈസ് ഈക്വൽ ടു മുഫഖമ. ഇസ്തിലാ ആയ അക്ഷരം മുഫഖമാകും. ഇസ്തിലായ അക്ഷരങ്ങൾ മുഫഖമയായി ഉച്ചരിക്കുന്നു. അതാണ്. മറ്റൊരാൾ പറഞ്ഞു നോക്കൂ. ഇസ്തിലാന്റെ അക്ഷരങ്ങൾ മുഫഖമായിട്ട് ഉച്ചരിക്കുന്നു. ഇസ്തിഫാല മുറക്കയായിട്ട് ഉച്ചരിക്കുന്നു. ഈ കൂട്ടത്തില് ഈ മുഫഖമായിട്ടും മുറക്കായിട്ടും ഉച്ചരിക്കപ്പെടുന്ന മൂന്നാളുണ്ട്. അതാരൊക്കെയാ? അലിഫ് ലാം റാ അങ്ങ് ഓർത്തു വെച്ചാ മതി കേട്ടോ. അലിഫ് ലാം റാ. എപ്പോഴൊക്കെയാണ് ഇൻഷാ അല്ലാഹ് പിന്നെ പറയും. പക്ഷെ റാ നമ്മൾ പറഞ്ഞു. റാ എപ്പോഴാ മുഫഖമാവുക? ഫത്ഹ വരുമ്പോൾ ഇസ്തിലാഇന്റെ പദവിയിൽ മുഫഖമാകും. പിന്നെ എപ്പോഴാ മുഫഖമാവുക? ളമ്മ വരുമ്പോഴും ഇസ്തിലായിലേക്ക് ഉയർന്നിട്ട് ഉയർന്നിട്ട് മുഫഖമായി ഉച്ചരിക്കപ്പെടും. എന്നാൽ കെസ്ർ വരുമ്പോൾ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കാം. ഇനി ഞങ്ങൾക്ക് എളുപ്പ കാര്യം. ഇനി എളുപ്പ മറ്റുള്ള എല്ലാ അക്ഷരങ്ങളും, അതായത് 19 എണ്ണം ഉണ്ടാവൂലേ ബാക്കി അക്ഷരങ്ങള്. മൊത്തം 29 7 കഴിഞ്ഞ് 22, 22 3 പോയാൽ പിന്നെ 19 അക്ഷരങ്ങൾ ഓൾവേസ് ഇസ്തിഫാൽ ആയിരിക്കും. അപ്പൊ ബാ, അത് ബാ എന്ന് വായിക്കാൻ പറ്റൂല. ബാ ബാ ബലദുൻ ലാ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊക്കെ ബാ ബാ എന്നായിട്ട്. ബ ബ ബലദ് ബലദ് എന്നല്ല. ബലദ് ബലദ് ബലദ്. ذلك ذلك എന്നല്ല. ذلك ذلك ذي ذو ല്ലേ. സകാത്ത് സകാത്ത് അല്ല. സക്കാത്ത് കൊടുക്കണം എന്നല്ല പറയാ. മലയാളത്തിൽ ഇതുമ്പോ സക്കാത്ത് കൊടുക്കണം എന്ന് പറയും അല്ലേ. മറ്റുള്ള ആളുകൾ പറയുമ്പോ സക്കാത്ത്, നിങ്ങളുടെ സക്കാത്ത് എന്ന് പറയും. അത് സക്കാത്ത് അല്ല, സകാത്ത് അല്ല. കാന അല്ല, കാന കാന ആ ഒരു വ്യത്യാസം. അപ്പോ ബാക്കി 19 അക്ഷരങ്ങളും എപ്പോഴും ബ ത സ ജ ഹ ദ ദ സ സ എന്നല്ല. സ അല്ല, സ സ
അല്ല സ സ ഷ അ ഫ ക ല മ ന ഹ വ യ. ഇങ്ങനെയാണ് വരിക 19. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഇസ്തിലാഉം ഇസ്തിഫാലും ആയ അക്ഷരങ്ങളും രണ്ടിലേക്കും മാറിക്കളിക്കുന്നതുമായ അക്ഷരങ്ങളും ഇതെല്ലാവർക്കും കിട്ടിയല്ലോ. ഇമോജി വരട്ടെ. കിട്ടിയെങ്കിൽ ലൈറ്റ് ഇമോജി വരട്ടെ വേഗം. എത്ര ആൾക്കാർക്ക് കിട്ടി, എത്ര ആൾക്കാർക്ക് കിട്ടിയില്ല നോക്കട്ടെ. 1. കിട്ടി പറയണ്ട, ഇതിലിങ്ങനെ പോന്നാ മതി. എത്ര ആൾക്കാർ വരും നോക്കട്ടെ. 4, 5, 6, 7 ആൾക്കാരായി, 7 ആൾക്കാരായി, 8 ആൾക്കാരായി, 9, 10. 10 ആൾക്കാർക്ക് കിട്ടിയല്ലോ പഠിച്ചാനെ. 11 ആൾക്ക് കിട്ടിയല്ലോ. 11 ഒരു വട്ടം. 12 ആൾക്ക് മനസ്സിലായി. 13 ആൾക്ക് 14 ആൾക്കായി. 15 ആൾക്ക് 16, 17, 18, 19, 20, 21, 22. പടച്ചോനെ വിട്ടോര് വിട്ട് പിന്നെ വിടില്ലേ. 25, 26, 26 ആളുകളായി. ഓക്കെ ആയിക്കോട്ടെ. ബഹുഭൂരിപക്ഷത്തിനും കാര്യം മനസ്സിലായി. ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറയാം. അക്ഷരങ്ങൾ പ്രധാനമായും 2 വിധത്തിലായിട്ട് നമ്മൾ ആദ്യം അതിനെ തിരിക്കുകയാണ്. 1 ഇസ്തില ആയ അക്ഷരങ്ങൾ, ഹെവി ലെറ്റേഴ്സ്. 2 ഇസ്തിഫാലായ അക്ഷരങ്ങൾ. ഹെവി ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഹെവി ലെറ്റേഴ്സ് ആയ അക്ഷരങ്ങൾ 7 എണ്ണമാണ്. അത് ഫത്ഹയിലും കസ്റയിലും ദമ്മയിലും ഒക്കെ സ്വരഭാരത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. ആ ഇസ്തില ആയ അക്ഷരങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും മുഫഹമായി തന്നെ ഉച്ചരിക്കേണ്ടതാണ്. അത് ലൈറ്റ് ടോണായി മാറാൻ പാടില്ല. അത് ഉയർന്ന സ്വരത്തിൽ തന്നെ പറയണം. ഇനി ഇസ്തിഫാലായ അക്ഷരങ്ങളായ ബാക്കി 22 എണ്ണത്തിൽ അലിഫ്, ലാമ്, റാ എന്ന 3 ആളുകൾ ചില സന്ദർഭങ്ങളിൽ ഇസ്തിലാഇന്റെ പദവിയിലേക്ക് ഉയരുകയും സ്വരഭാരം നൽകപ്പെടുകയും ചെയ്യും. അലിഫ്, ലാമ്, റാ. അലിഫ്, ലാം, റാ എന്നീ 3 അക്ഷരങ്ങൾ. അലിഫും ലാമും എങ്ങനെയാണ് എന്ന് പിന്നീട് നമ്മൾ പഠിക്കും വിശദമായി. ഇന്ന് റാഇനെ കുറിച്ചാണ് പറഞ്ഞത്. റാ എന്ന അക്ഷരം റജുൽ എന്നെഴുതിയ പറഞ്ഞപ്പോൾ റാ എന്ന് മുഫഹമായാണ് ഉച്ചരിച്ചത്. എന്നാൽ റാഇന് കസ്റിട്ടപ്പോ രാശബ്ദം നൽകപ്പെട്ടു. അതാണ് റാഇന്റെ മുറഖഖായ അവസ്ഥ. ഇസ്തിഫാലിൽ തന്നെ നിന്നു. റിജ്ലുൻ 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 എന്ന് വന്നു. അപ്പൊ റാ തർഖീഖാകുന്നത് കസ്ർ വരുമ്പോഴാണ്. ഷരീബ ഷറിബ എന്ന് പറയില്ല. ഫറിഹ എന്ന് പറയാതെ ഫരിഹ, കറിഹ എന്ന് പറയാതെ കരിഹ. അപ്പൊ ആ റാ ഒക്കെ അതിന്റെ ആദ്യമുള്ള നമ്മൾ ഏത് ഗണത്തിലായിരുന്നോ അതിനെ പെടുത്തിയത് അതിൽ തന്നെയാണ്. അതായത് ഇസ്തിഫാലായ മുറഖഖായ അവസ്ഥയിലാണ്. ഫത്ഹ വരുമ്പോഴും ദമ്മ വരുമ്പോഴും ഒക്കെ റാ മുഫഹമായി വരും. ഇനി ബാക്കിയുള്ള 19 അക്ഷരങ്ങൾ അതെല്ലാം എല്ലാ സന്ദർഭങ്ങളിലും മുറഖഖായി ഇസ്തിഫാലിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ. തുടർന്ന് പുതിയ ഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ഒരു പ്രാക്ടീസ് ലെവലിൽ മാത്രം 3 ഹാലുകളാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ 3 ഹാലുകൾ. ഹാലിന്റെ പേരൊന്ന് പറയൂ ആ ചിത്രം നോക്കിയിട്ട്. ബാറക്കല്ലാഹ്. ഫത്ഹ, കസ്റ, ദമ്മ. ഇനി അതിന് അൽ കൊടുത്ത് വായിച്ചാൽ അൽ ഫത്ഹ, അൽ കസ്റ, അദ്ദമ്മ. ഇനി അതിനെ പുല്ലിംഗമാക്കി വായിക്കണമെങ്കിൽ ഫത്ഹ്, കസ്ർ, ദമ്മ. അൽ ഫത്ഹ്, അൽ കസ്ർ, അദ്ദമ്മ എന്നും പറയാവുന്നതാണ്. പക്ഷെ നമ്മളെ തഹജ്ജുദ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രാമറും നോക്കണ്ട, സ്ത്രീലിംഗ പുല്ലിംഗവും നോക്കണ്ട. നിങ്ങൾ ഒഴുക്കിൽ കിട്ടുന്ന പോലെയാണ് ചൊല്ലിയാൽ മതി. കൂടുതലും ഫത്ഹ, കസ്റ, ദമ്മ തന്നെ ആയിരിക്കും തഹജ്ജിയിൽ വരിക. കുറച്ച് കാലം ഇങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ അറിയാവുന്ന ഒരു കാലമൊക്കെ സ്വയമായി ഉണ്ടായാൽ ആ സമയത്ത് നിങ്ങൾക്ക് അതിനെ തിരുത്താം. അല്ലെങ്കിൽ കുറച്ചും കൂടെ അറബിയിലൊക്കെ ഒന്ന് പ്ലാനിങ് വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഉച്ചരിച്ച അവിടെ ഗ്രാമറിന് ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ നിങ്ങളെ തഹജ്ജിയിൽ എന്ന് പറയുമ്പോൾ ശരി, ഇനി അത് മെല്ലെ മെല്ലെ തിരുത്തി കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങൾ തഹജ്ജിയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആരും ഗ്രാമർ ഒന്നും കാര്യമായി നോക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഒഴുക്കിലങ്ങ് പോകും. ഇൻഷാ അല്ലാഹ് നോക്കാം. 3 ഹാലുകള് കണ്ടോ. ഹംസയും ബാഉം താഉം 3 ഹാലുകളിൽ സന്തോഷത്തോടെ നിൽക്കുന്നു.
ഏതൊക്കെയാ 3 ഹാല്? അക്ഷരം ചേർത്ത് ഒരാൾ പറയൂ. ഹംസ ഫത്ഹ ഹ, ആ ഹംസ കസ്ര ഇ, ഹംസ ലമ്മ ഉ, അ ഇ ഉ. അ ഇ ഉ. ഇനി മറ്റൊരാൾ പറയൂ, മറ്റൊരാൾ ബ എന്ന് പറയൂ. ബാ ഫത്ഹ ബ, ബി കിസ്റ ബി, ബാ ലമ്മ. അവിടെ നിൽക്കട്ടെ. ബി കസറ ബി എന്ന് പറയുമ്പോ 2 കസർ ഉണ്ടാവൂലേ? ബി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കസർ വന്നില്ലേ? പിന്നെ അതിനൊരു ബാ കസർ വിളിച്ചാൽ കസ്ര ബി, ബി എന്നല്ലേ? ബാ ഓക്കെ കസ്ര ബി. ഗുഡ്. ആ ഓക്കെ. ബ ضم ബു, ബ ബി ബു. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ബ ബി ബു അല്ല, ബ ബി ബു, ബ ബി ബു. എന്നാൽ ബേ ബി ബു എന്നും അല്ല കേട്ടോ. ഓക്കെ, മറ്റൊരാൾ പറയൂ. താ ഫത്ഹ താ ഫത്ഹ താ, സി ലമ്മ ضمت. ഓക്കെ ഓക്കെ. അടുത്ത ആള്, അടുത്ത അക്ഷരവും അടുത്ത ആളും. സ താ ഫത്ഹ താ, താ കസ്ര സി, താ ലമ്മ സു, താ സി സു. ഓക്കെ. സ സി സു. സ എന്ന് വായി മേലോട്ട് തുറക്കാതെ സ സി സു അല്ല, സ സി സു. ഓക്കെ. ഇനി ജീം. ജീം ഫത്ഹ ജ, ജീം കസ്ര ജി, ജീം ലമ്മ ജു, ജ ജി ജു. ജ ജ എന്നുള്ളത് ജ ജ. ജി ജു ഹ ഹി ഹു. അടുത്ത് ഹേ ഫത്ഹ ഹേ. ഇല്ല, ഹേ അല്ല, ഏകാരം ഇല്ല, ഏകാരം ഒഴിവാക്കുക. ഹേ അല്ല, ഹ. ഹേ ഫത്ഹ ആ യെസ്, എത്ര വൃത്തിയായി ഇപ്പൊ. ഹു, ഹേ ലമ്മ ഹു, ഹേ ഹി ഹു. അത്ര മതി. ആദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞൊന്ന് ചൊല്ലി നോക്കി. ആദ്യം ഹേ എന്നാ പറഞ്ഞ്. അല്ല, അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെയല്ലായിരുന്നു, കുറച്ചുകൂടി ചെരിഞ്ഞു ഹേ എന്നായിരുന്നു. ഓക്കെ. ഓക്കെ. ഹേ അല്ല, ഹേ അല്ല, ഹ അല്ല, ഹ ഹ. അൽഹംദു, അൽഹംദു അല്ല, അൽഹംദു, അൽഹംദു. ഓക്കെ, അപ്പൊ നമ്മൾ അക്ഷരം പറയുമ്പോ എവിടെയെങ്കിലും ഒക്കെ മാറ്റം കിട്ടും എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്ത ആള്. യെസ്, ഫത്ഹ മുഫഖമ ഖ. പിന്നെ കസ്റ മുഫഖമ ഖി, ഖാ ദമ്മ മുഫഖമ ഖു. അല്ലേ? ഇവിടെയാണ് നമ്മൾ ചെറിയൊരു നമ്മളെ ഒരു ക്ലാസിന്റെ ഒരു രീതിശാസ്ത്രം പറയുന്നത്. നമ്മൾ മുഫഖമാണ് എന്ന് മനസ്സിലാക്കിയ അക്ഷരങ്ങൾ ഓൾവേസ് മുഫഖമാണെങ്കിലും നമ്മൾ തഹജ്ജ് ചെയ്യുമ്പോൾ ഫത്ഹയിൽ മാത്രം പറഞ്ഞാൽ മതി. നമുക്കത് പറയാന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. ഈ അക്ഷരം മുഫഹമാണ് കേട്ടോ എന്നൊരു മെസ്സേജ് ഇങ്ങനെ ആവർത്തിച്ച് പറയാം. അത് ഫത്ഹയിൽ തന്നെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. കെസറയിലും നമ്മൾ പറയണ്ട, ദൊമ്മയിലും പറയണ്ട. ഓൾറെഡി കെസറിലും ദൊമ്മയിലും മുഫഹം തന്നെയാണ്. പക്ഷെ നമ്മൾ മുഫഹമാന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് ഫത്ഹയിൽ മാത്രം പറയുമ്പോൾ തഹജ്ജിയിൽ കേട്ടോ. അത് നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ദാൽ ഫത്ഹ മുറഖഖ എന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ മുഫഹമായ അക്ഷരത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു, അത് തന്നെ ഫത്ഹയിലെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെയാണ്. ഓക്കെ, ദാല് മറ്റൊരാള്. ദാൽ ഫത്ഹ ദ, ദാൽ കസ്ര ദി, ദാൽ ലമ്മ ദു, ദാ ദി ദു. ഓക്കെ. ദാൽ ذال فتح ذا، ذال كسر ذال ذو. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടി വീണിട്ട് ആണുങ്ങൾക്ക് സമയം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? മറ്റൊരാള് വരൂലേ? മുഫഖമ റ, റ കിസ്റ രി, റ കസ്റ മുറഖഖ, റ കസ്റ മുറഖഖ, റ കിസ്റ മുറഖഖ രി, റ ലമ്മ റു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു മാറ്റം ചാടട്ടെ. ഫത്ഹയിൽ മാത്രം പറഞ്ഞാൽ മതി മുഫഹമ എന്ന് പറഞ്ഞു. പക്ഷെ ഈ റാ വല്ലാതെ കളിക്കുന്നുണ്ട്.
റാ ഫത്ഹയിൽ വരുമ്പോൾ മുഫഹമ, കെസ്റയിൽ വരുമ്പോൾ മുറക്കക, ദമ്മയിൽ വരുമ്പോൾ മുഫഹമ. അതായത് ഇസ്തിലാഹ്, ഇസ്തിഫാല്, ഇസ്തിലാഹ് ഇങ്ങനെ മാറി മാറി കളിക്കും 3 ഹാലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മാറ്റം നമ്മളും പറയും, വിളിച്ച് പറയും. നമ്മൾ മൂപ്പർ മാറുന്നതിനനുസരിച്ച് നമ്മളും വിളിച്ചറിയും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കും നമ്മൾ. റാ ഫത്ഹ മുഫഹമ റാ, റാ കസ്റ മുറഖഖ രി, റാ ദമ്മ മുഫഹമ റു, റാ രി റു. ഒന്നുകൂടി പറഞ്ഞു നോക്കൂ സുധീർ സാഹിബ്. റാ ഫത്ഹ മുഫഖമ റാ, റാ കിസ്റ മുറഖഖ രി, റാ ലമ്മ മുറഖഖ റു, മുറഖഖ റാ ഔർ രി റു. റാ, റാ ദമ്മ മുറഖഖയാണോ? ദമ്മ ആകുമ്പോ മുഫഖമ, സോറി. ആ റാ മുഫഹമ. റാ ലമ്മ മുഫഖമ റു, റാ റു. രി റു. യാ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത നമുക്ക് ഇനി വാക്കുകളിലേക്ക് കിടക്കണ്ടേ? സമയം ഇന്ന് തുടങ്ങാൻ വൈകിയതുകൊണ്ട് കുറച്ച് വൈകിപ്പോയില്ലേ? ഉറങ്ങേണ്ടവരൊക്കെ ഉണ്ടല്ലോ, സമയം ഉണ്ടല്ലോ. സ സി സു, സ സി സു, ഷ ഷി ഷു, സാദ് ഫത്ഹ മുഫഖമ ഫ. എന്റെ കൂടെ ഇങ്ങനെ മനസ്സിലെങ്ങനെ പറഞ്ഞു നോക്കൂ അവിടുന്ന്. സാദ് കസ്റ സി, സാദ് ദമ്മ സു, ضاد فتحة مفخمة ض، ضاد كسرة ضي، ضاد ضمة ضو، ض ضي ضو. طاء فتحة مفخمة طا، طاء كسرة طي، طاء ضمة طو، طا طي طو. شيطاني نقرأ. ضاء فتحة مفخمة ضاء، ضاء كسرة ضي، ضاء ضمة ضو، ضا ضي ضو. عين فتحة ع، عين كسرة عي، عين ضمة عو، ع عي عو. അത് അങ്ങനെ തന്നെ പഠിക്കണം, കൂട്ടിച്ചൊല്ലി പഠിക്കണം. غ غي غو، غين فتحة مفخمة غ، غين كسرة غي، غين ضمة غو، غ غي غو. فاء فتحة فا، പിന്നെ قاف فتحة مفخمة قا، പിന്നെ കാഫ് ഫത്ഹ ക, ലാം ഫത്ഹ ല, മീം ഫത്ഹ മ. അങ്ങനെ ഓരോ അക്ഷരങ്ങളുടെയും ഹാലുകൾ. അവസാനം വാവ് ഫത്ഹ വ, വാവ് കസ്റ വി, വാവ് ദമ്മ വു, വ വി ഉ, യ ഫത്ഹ യ, യ കസ്റ യി, യ ദമ്മ യു, യ ഇ യു. അതിന് താഴെ വീണ്ടും യ ഫത്ഹ യ കസ്റ യ ദമ്മ എഴുതിയിട്ടുണ്ട്. ആ വ്യത്യാസം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല. ഇല്ല. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറയുന്നത്. വലിയ ഗഹനമായ കാര്യമൊന്നുമല്ല. യാ നമ്മളിപ്പോ കറുപ്പിൽ എഴുതിയ യാവും ചോപ്പിൽ എഴുതിയ യാവും കാണുന്നുണ്ട്. ഇപ്പൊ ചോപ്പിൽ എഴുതിയത് നമ്മൾ യാ ഇങ്ങനെ കൂട്ടി എഴുതുമ്പോഴും തുടക്കത്തിൽ എഴുതുമ്പോഴും നടുവിലൊക്കെ ഉള്ള യാ ആണത്. അങ്ങനെയുള്ള യാന് പുള്ളി ഉണ്ടാവും. എന്നാല് നമ്മൾ ഒറ്റയ്ക്ക് എഴുതുമ്പോഴും പിന്നെ അവസാനത്തിൽ എഴുതുമ്പോഴും ഉള്ള യാ ഈ ഡക്കിന്റെ രൂപത്തിലാണ് വരിക. ഡക്കിന്റെ, താറാവിന്റെ രൂപത്തിൽ നമ്മൾ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, അല്ലാണ്ട് വേറെ എവിടെയുള്ള പേരൊന്നുമല്ല. ഞാൻ തമാശക്ക് ഡക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടി ഡക്ക് ചെയ്യാന്നൊക്കെ ഓർത്തു. ഡക്ക് ചെയ്യാന്നല്ല അതിന്റെ പേര് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ എഴുതുന്ന യാ പുള്ളി ഇല്ലാത്ത യാ ആയിരിക്കും ഖുർആനില്. അങ്ങനെയൊക്കെയാണ്. അറബിയിൽ പിന്നെ സാധാരണഗതിയിൽ അറബിക് ടൈപ്പിങ്ങിലൊക്കെ വരാറുണ്ടെങ്കിലും ഖുർആനിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ്. ശരിക്കും അറബി നമ്മളെ കമ്പ്യൂട്ടർ നിങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. കമ്പ്യൂട്ടറിൽ കീബോർഡിൽ നോക്കിയാൽ കാണാം. ഇപ്പോ ഡി എന്ന അക്ഷരം, ABCD ഡി, ഡി എന്ന അക്ഷരം അറബി അക്ഷരം ഏതാണെന്നറിയോ? ആ അക്ഷരം കൊണ്ട് പുള്ളിയുള്ള യാ വരിക. ഡി പ്രസ് ചെയ്താൽ പുള്ളിയുള്ള യാ വരിക. നിങ്ങൾ കമ്പ്യൂട്ടറിൽ അറബിക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുള്ള യാ ആണെങ്കിൽ ഡി തന്നെ അടിക്കണം. എന്നാൽ എൻ നൗഷാദിന്റെ നമ്മൾ തന്നെ പറയട്ടെ, നൗഷാദ് എന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ എൻ എന്ന ബോർഡ് കീ ആണ് കീബോർഡിൽ അമർത്തുന്നതെങ്കിൽ പുള്ളി ഇല്ലാത്ത യാ ആണ് വരിക. അപ്പൊ കീബോർഡിൽ തന്നെ ഓൾറെഡി അങ്ങനെ 2 യാ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖുർആനിലിപ്പം നിങ്ങൾ നോക്കിയാൽ എവിടെയും കാണാൻ പറ്റും ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളിടത്ത് ദീനുക്കും എന്നുള്ള യാന് പുള്ളി ഉണ്ടാവും. ദീ എന്നുള്ളിടത്ത് വലിയ എന്നുള്ള യാന് പുള്ളി ഉണ്ടാവില്ല.
നോക്കിയാൽ മതി കേട്ടോ. ഖുർആൻ അങ്ങനെ 2 തരം യാ കാണാം. അപ്പോ പുള്ളി ഇല്ലാത്ത യാ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? എപ്പോഴാ പുള്ളി ഇല്ലാത്ത യാ വരിക? അവസാനത്തിൽ വരുന്നതിൽ. അവസാനത്തിൽ വരുമ്പോഴോ ഒറ്റയ്ക്ക് എഴുതുമ്പോഴോ. എന്നാൽ ചില സ്ഥലത്ത് നടുക്കുണ്ട് കേട്ടോ. എന്ന് സൂറത്തുൽ ഫജ്റിൽ നോക്കിയാൽ കാണാം. പക്ഷെ അത് ആ നടുവിൽ ഒറ്റയായിട്ട് എഴുതി, സെപ്പറേറ്റ് എടുത്ത എഴുതിയ, അപ്പം ഉണ്ടാവില്ല. അതായത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കുട്ടി ഓർക്കുന്നത് പോലെ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഡക്ക് രൂപത്തിൽ എഴുതപ്പെടുന്ന യാന് പുള്ളി ഉണ്ടാവില്ല. പിന്നെ അറിയേണ്ടത് എപ്പോഴൊക്കെ ഡക്ക് രൂപത്തിൽ യാ എഴുതുക എന്നാണ്. അത് സാവകാശം പഠിക്കും. അല്ല സാർ, ഉച്ചാരണത്തിൽ എന്താ ഡിഫറൻസ്? ഇത് രണ്ടും സെയിം അല്ല? ഉച്ചാരണം സെയിം. ദീർഘത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ന് തന്നെയാണ് വരിക. ഈ ഒരു പദമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അവസാനിപ്പിക്കാറായി ഏതാണ്ട്. ഇങ്ങനെ 2-3 പദങ്ങളെ പരിചയപ്പെട്ടു പോയാൽ മതി. ഹോംവർക്കായിട്ട് കുറച്ച് പദങ്ങൾ കാണിച്ചു തരും. അത് നിങ്ങൾ എഴുതി ശീലിച്ച് ഫോട്ടോ എടുത്ത് അയച്ച് വോയിസ് അയച്ച് പഠിക്കണം. ഗ്രൂപ്പിൽ നിങ്ങളുടെ മെന്റേഴ്സ് അതിന് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു പദത്തിന്റെ അഹദ എന്ന പദത്തിന്റെ കംപ്ലീറ്റ് തഹജ്ജിയാണ്. അഹദ എന്ന പദത്തിന്റെ കംപ്ലീറ്റ് തഹജ്ജിയാണ് ഈ കാണുന്നത്. അഹദ എന്ന അക്ഷരത്തിൽ വാക്കിൽ എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം. അതിലെത്ര ഹാലുണ്ട്? 3 എന്ന് പറഞ്ഞ ആള് തെറ്റിച്ചു. ഒറ്റ ഹാലേ ഉള്ളൂ. 3 അക്ഷരത്തിനും ഒരേ ഒരു ഹാലാണ് ഫത്ഹ. അലിഫ് ഹംസക്ക് ഫത്ഹയാണുള്ളത്, ഖാഇന് ഫത്ഹയാണുള്ളത്, ദാലിനും ഫത്ഹയാണുള്ളത്. ഇനി ഇതില് അക്ഷരത്തിന്റെ സ്വഭാവം വെച്ച് പറയുമ്പോ ഹംസ ഏത് സ്വഭാവക്കാരനാ? ഇസ്തിഫാലാണ്. എന്നാൽ ഖാ ഏത് സ്വഭാവക്കാരനാ? മുഫഖമായിട്ട് ഉച്ചരിക്കുന്നത്, കാരണം അത് ഇസ്തില ആയ അക്ഷരമാണ്. ദാല് മുറക്കത്തായിട്ട് ഉച്ചരിക്കുന്നത്, കാരണം അത് ഇസ്തിഫാലായ അക്ഷരമാണ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോ നോക്കൂ, നമ്മളെ ആ ഗ്രാഫ് ഇങ്ങനെ ഉയരണം. ആ എന്ന് പറയുമ്പോ താഴെയാണ്. ഇങ്ങനെ പോവാ. ഒന്ന് പറഞ്ഞു നോക്കൂ. പറഞ്ഞു ഒക്കെ മുഫഖമായി പോകരുത്, എല്ലാം മുറഖാവുകയും ചെയ്തു. അവിടെ ഹാ നടുക്കാണ്, അത് മാത്രമേ മുഫഖമാകാൻ പാടുള്ളൂ. മറ്റു രണ്ടും മുറഖ ലൈറ്റ് ടോൺ ആയിരിക്കണം. അതല്പം ലൈറ്റ് ആയി പോയോന്ന് സംശയമുണ്ട്. ഒന്ന് ഉരുട്ടുക. എന്നാൽ ചില ആളുകൾക്ക് ഇവിടെ ഒരു അബദ്ധം വരാറുണ്ടാവും, നോക്കിക്കോളൂ കേട്ടോ. ചില ആളുകളെ മുഫഖമാക്കാന്ന് വിചാരിച്ചാൽ അവര് മനസ്സിലാക്കിയത് ഹോ എന്ന് പറയണമെന്നാണ്. അതായത് എന്റെ ചുണ്ടു നോക്കും, അങ്ങനെയില്ല. ഓകാരം വേണ്ട, ഓ വേണ്ട. ചുണ്ട് കൂർപ്പിച്ച് ഓ എന്ന് പറയുന്നത്. ഓ അല്ല, ഇനി അതിന്റെ തഹജ്ജി നോക്കാം. അലിഫ് ഹംസ ഫത്ഹ ഖാ ഫത്ഹ മുഫഖമ ഖാ അഖ ദാൽ ഫത്ഹ ദ അഖദ. തഹജ്ജി ചെയ്യുമ്പോ ആദ്യത്തെ അക്ഷരത്തിന്റെ പേര് ഹാല് വായന, രണ്ടാമത്തെ അക്ഷരത്തിന്റെ പേര് ഹാല്, എന്തെങ്കിലും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ മുഫഖമ എന്ന് പറയാനുണ്ടെങ്കിൽ അത്, എന്നിട്ട് ആ അക്ഷരം മാത്രം പറയാം, എന്നിട്ട് 1-2 അക്ഷരം കൂട്ടി പറയാം, പിന്നെ 3 അക്ഷരവും കൂട്ടി പറയാം. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചതാണ്.
ശരി, നിങ്ങളത് പിക്ചർ നന്നായി കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഒപ്പിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇതൊക്കെ മുഫഹമ എന്നുള്ളതും ജസ്റ്റ് കാണാൻ വേണ്ടി എഴുതിയതാണ്. അതൊക്കെ നിങ്ങൾക്ക് അതേപോലെ നോക്കി എഴുതി വെക്കാവുന്നതാണ്. ഖബഅ എന്നതില് ഖാ മുഫഹമാണ്, ളലമയിൽ ള മുഫഹമാണ്, ഖഅദയിൽ ഖാഫ് മുഫഹമാണ്, റഫസയിൽ റാ മുഫഹമാണ്. യെസ്, ഹംസ, അലിഫ് ഹംസ, അലിഫ് ഹംസ ഫത്ഹ. എഴുതാൻ കഴിയണില്ല, മറ്റേതൊന്നും കാണിച്ചു. ഏതാ? തൊബ വലമ കാത കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഏതേനു വേർഡ്? റഫസ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കാണാം, അടുത്ത സ്ലൈഡിൽ നമ്മൾ കണ്ടു ഹംസ, അലിഫ് ഹംസ, എന്നിട്ട് അതിന് ഫത്ഹ കസ്റ ദമ്മ ഇടുക. അലിഫ് ഹംസ ഫത്ഹ അ, അലിഫ് ഹംസ കസ്റ ഇ, അലിഫ് ഹംസ ദമ്മ ഉ. ഇനി അത് വരുന്ന വേർഡാണ്. അമറ, ഇറമ, ഉമിറ. അലിഫ് ഹംസ ഫത്ഹ അ, മീം ഫത്ഹ മ, അമ, റാ ഫത്ഹ മുഫഖമ റാ, അമറ. അപ്പൊ അമ ലൈറ്റ് ആണ്, റാ ഹെവിയാണ്. അമറ, അതിനാ ഇത് ചൊല്ലുന്നത്. അമറ. അല്ലാണ്ട് തഹജ്ജ് മാത്രം ചെല്ല് പഠിച്ചാൽ പോരാ. തഹജ്ജ് ചെല്ലിയിട്ട് വായിക്കുമ്പോൾ മുഫഹമാണെന്ന് ഉറപ്പ് വരുത്തണം. അത് അല്ലാത്ത മുഫഹം ആയില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഒന്നിനെ മുഫഹമാക്കുമ്പോൾ കൂടെയുള്ള എല്ലാവരും മുഫഹമാവരുത്, മുറക്കാക്കുമ്പോൾ എല്ലാം മുറക്കാവരുത്. ആവേണ്ടത് പോലെ. അമറ. ഇനി ഇറമ, അലിഫ് ഹംസ കസ്റ ഇ, റാ ഫത്ഹ മുഫഖമ റാ, ഇറ, മീം ഫത്ഹ മ, ഇറമ, ഇറ, 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 തെറ്റ്, ഇറ, ഇറമ, ഇറമദാതിൽ ഇമാദ് എന്നല്ല, ഇറമ, ഇറമ ദാതിൽ ഇമാദ്, ഇറമ, ഇറമ, ഉമിറ, ഉമിറ, ഉമിറ. അലിഫ് ഹംസ ദമ്മ ഉ, മീം കസ്റ മി, ഉമി, റാ ഫത്ഹ മുഫഖമ റാ, ഉമിറ, ഉമിറ. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആവർത്തിച്ച് ചൊല്ലിയത്. ഇനി അടുത്ത സ്ലൈഡ് നിങ്ങളൊന്ന് കണ്ടുനോക്കി. ബാഇൻ്റെത് ബാ, പിന്നെ ബാ ഫത്ഹ, പിന്നെ ബാ കസ്റ, പിന്നെ ബാ ദമ്മ. മൂന്ന് ഹാലും അല്ലേ? 3 ഹാൽ. ഇനി അതിന്റെ പദങ്ങൾ അബദ, റബിഹ, കബുറ. അപ്പൊ ബാഇന് ഫത്ഹ കസ്റ ദമ്മ അല്ലേ വന്നു. അപ്പൊ അത് വായിച്ച് തന്നെ ശീലിക്കണേ. ഞാനിപ്പോ എല്ലാവർക്കും വായിക്കാൻ സമയം തരുന്നില്ല, 10:05 നാട്ടില്. അതുകൊണ്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഇന്ന് സാങ്കേതിക തടസ്സം വന്നതുകൊണ്ടാണെന്ന് പ്രത്യേകം അറിയിക്കാം. 45-40 ആളുകൾ നമ്മളുണ്ട്, 50ഓളം. എല്ലാവരും ഇത് ചൊല്ലുന്നുണ്ട് എന്ന് ഞാനങ്ങ് വിശ്വസിക്കട്ടെ. മുമ്പിലെ ബെഞ്ചുമ്മലുള്ളവരെ ചെല്ലുന്നുള്ളോ? അല്ലെങ്കിലേ അടി കിട്ടണം എല്ലാവർക്കും. ബാക്കിൽ ചിലർ ചെല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ. ചൊല്ലണവർ എന്നെ ചെല്ലിക്കോട്ടെ, മുന്നിൽ ചെല്ലിയ എന്നെ സിന്താബാന്നൊന്നും പറയരുത്. ഞാനും ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് തിക്കി തിരക്കി മുന്നോട്ട് വന്ന് ചെല്ലണം. ഉറങ്ങേ? ആഹാ, ആരും ഉറങ്ങണില്ല, എല്ലാവരും ഉഷാറായിട്ട് സജീവമായിട്ടുണ്ട്. എല്ലാരും ഒന്ന് കൈയടിച്ച്, എല്ലാരും ഒന്ന് കൈയടിക്ക്. ഇമോജി കൈ മോജി അടിക്ക് എല്ലാരും. ആ വേഗം, ഉറക്കില്ല. വേഗം വരും. PDF അയക്കൂലേ സർ? PDF അയക്കും. അല്ല, ബാക്കി എല്ലാരും ഉറങ്ങാണല്ലോ. ആ അത് വരുന്നുണ്ട്. ഒരാൾ ഒരു കൈയടിച്ചാൽ മതിയേ. ആ ഓക്കേ. എന്താണ്? ആ ആയിക്കോട്ടെ. ശരി. ഓക്കെ.
അപ്പൊ ഇനി അടുത്തേക്ക് പോകാം. ജീമ് നോക്കൂ. ജീമിന്റെ ഫത്ഹ കസ്റ ദമ്മ, താഇന്റെ ഫത്ഹ കസ്റ ദമ്മ, ഇങ്ങനെ ഓരോന്ന്. ഇനി സ്ലൈഡ് ഞാൻ കണ്ടുപോയാൽ മതി, PDF വരും. ആ താഇന് ദമ്മ വാക്കിട്ടിട്ടില്ല, സാരല്ല, പോട്ടെ. ഖാഇന്റെ ഖാഇന് വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഫഖമാണ്. ഖശിയ, ബഖീല, ഖുലിഖ. അപ്പൊ ഖാഫ് മുഫഖമാണ്, തെറ്റിപ്പോരുത് വായിക്കുമ്പോ. റാ രി റു, അതാ നമ്മൾ ആ റാവ് വന്നു, പ്രശ്നം ആവരുത്. മുഫഖമ മുറഖഖ മുഫഖമ. റബിഹ ശരിബ കറുമ. ഷറിബ ഷറിബ എന്ന് പറയുന്നത് ശരിബ ശരിബ. ഓക്കെ ഓക്കെ ഓക്കെ. സാദ് മുഫഖമായിട്ടാണ്, ഫത്ഹ കസ്റ ദമ്മ. ഖാസാസി ഖാസാസി. ഖസ്വസി എന്ന് വായിക്കരുത് കേട്ടോ, സ്വസുയി എന്നല്ല, സ്വസുയി അല്ല, ഖാസാസി ഖാസാസി. ഓക്കെ. غضب راغب غفر. غ ഫത്ഹ, ഗ കസ്റ, ഗ ദമ്മ അല്ലേ. ഇനി ഖാഫിൽ വരുമ്പോ ഖ ഖി ഖു, ഖ ഖറുബ, ഖി ഫലഖി, ഖു ഖുതില. തഹജ്ജി ചെയ്യണേ, തഹജ്ജി ചെയ്യണേ. ഞാനിപ്പം വെറുതെ വിടുകയാണ്, തഹജ്ജി ചെയ്യണം. അഹദഹുമു നോക്കൂ, 4 അക്ഷരമുള്ള വാക്ക്. ഇതുവരെ 3 അക്ഷരമുള്ള വാക്കായിരുന്നു. അപ്പൊ 4 അക്ഷരമുള്ള വാക്കുണ്ട്. എങ്ങനെ തഹജ്ജി ചെയ്യാ? അലിഫ് ഹംസ ഫത്ഹ്, ദാൽ ഫത്ഹ ദ അഹദ, യാ ഹ ഫത്ഹ ഹ ലമ്മ ഹു അഹദ, മ ലമ്മാമു അഹദഹും. മാ ദമ്മയാണോ മീമ് ദമ്മയാണോ? സോറി അതൊക്കെ വരും, അതൊക്കെ രസാണ്. ഇപ്പൊ അങ്ങനെ വരും അറിയാതെ. നമുക്ക് അറിയെങ്കിലും നമ്മൾ പറയുമ്പോ തഹജ്ജി ചെയ്യുമ്പോ എല്ലാം അങ്ങനെ ആയിപ്പോവും. എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഓക്കെ. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാണ്. നിങ്ങളെ പ്രത്യേക അഭിനന്ദി. നിങ്ങളെ ഒരുപാട് എല്ലാവരും കേട്ടോ, എല്ലാവരും ഇഷ്ടമാണ്. ഇങ്ങനെ കാണുന്നത് മുന്നിലിരിക്കുന്ന ആളെയാണല്ലോ കാണുക, അതുകൊണ്ട് പറഞ്ഞതാണ്. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ. യെസ്. അഹദഹുമു. അപ്പൊ ഈണം ക്രിയേറ്റ് ചെയ്യാൻ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. തഹജ്ജിയിലൂടെയാണ് ഈണം ഉണ്ടാക്കാൻ പറ്റുക. ബിബദനിക, ബിബദനിക. മുകളിൽ ലൂഇന, താഴെ നൂഖിറ, മുഫഖമായി. നൂഖിറ ഫത്ഹ വന്നതുകൊണ്ട്. യെസ്. നെക്സ്റ്റ് 1-2 പദങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. വേഗം പോട്ടെ, നെക്സ്റ്റിലേക്ക് കിടക്കട്ടെ. ടെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈഡിൽ ഒരു സംഗതി കാണും, ടെസ്റ്റ് ടൈം. ഈ പദങ്ങളെ നിങ്ങൾ കൃത്യമായും കീറി മുറിച്ച് തഹജ്ജി ചെയ്യണം. ബിയദിക, യലിജ, ഗദിബ, ലിഖസനതി, തറനി, 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 അമിന, അമില. ഇത്രയും വാക്കുകളാണ് മുകളില് പിന്നെ ഓപ്പൺ ചെയ്യാത്തൊരു സ്ലൈഡ് ഉള്ളത്. അത് രണ്ടും വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി അതിന് താഴെ കുറച്ച് സംഗതികൾ കാണാം. അടുത്ത സ്ലൈഡിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. സജദ ഫശക്കറ. ഇതുവരെ നമ്മൾ ഒരു വേർഡ് വെച്ചിട്ടാണ് തഹജ്ജ് ചെയ്തത്. ഇനി 2 വേർഡ് വെച്ചിട്ട് തഹജ്ജ് വരണം. ഹാലുകൾ നോക്കണം. പഠിച്ച 2 സിഫത്ത് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. 2 സിഫത്ത് ഏതാ പഠിച്ചത്? ഇസ്തിലാ, ഇസ്തിഫാൽ. ഇസ്തില ആയത് മുഫഖമായി തന്നെ വായിക്കണം. ആരോ മൈക്ക് ഓൺ ആക്കിനോ? ഓഫ് ആക്കിയാൽ നല്ലതായിരുന്നു. മുഹമ്മദ് സാഹിബ് മൈക്ക് ഒന്ന് ഓഫ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ 2 വാക്കുകൾ തഹജ്ജ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഒരൊറ്റ പദം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ പറയണം. സീൻ ഫത്ഹ സ, ജീം ഫത്ഹ ജ, സജ, ദാൽ ഫത്ഹ ദ, സജദ, ഫ ഫത്ഹ ഫ, ഷീൻ ഫത്ഹ ഷ, കാഫ് ഫത്ഹ ക, ശക, റാ ഫത്ഹ മുഫഖമ റ, ശകറ, ഫശകറ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നു, അതെന്താ ഷീൻ ഫത്ഹ ഷ ഫഷ എന്ന് പറയാതിരുന്നത്? അഥവാ നിങ്ങളത് അങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവുമില്ല, ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട.
അത് ആശയബോധ്യം വരുമ്പോഴേ അത് മനസ്സിലാവും. ഫ പ്ലസ് ശക്കറയാണ് വാക്ക്. ഫ വേറെയാണ്, ശക്കറ വേറെയാണ്. പക്ഷെ എഴുത്തിൽ കൂട്ടിയാണ് എഴുതിയത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മാറി മാറി വായിച്ചത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അതേപോലെ അഹദ അശറ ഖുലിഖ ഫഅബദ. ഫഅബദ എന്നുള്ളത് ഫ പ്ലസ് അബദയാണ്. അബദ വ ഹമിദ. ഐൻ ഫത്ഹ അ, ബ ഫത്ഹ ബ, അബ, ദാൽ ഫത്ഹ ദ, അബദ, വാവ് ഫത്ഹ വ. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. അത് അബദവ എന്നൊന്നും വായിക്കണ്ട. ഹ ഫത്ഹ ഹ, മീം കസ്റ മി, ഹമി, ദാൽ ഫത്ഹ ദ, ഹമിദ, അബദ വ ഹമിദ എന്ന് വായിക്കൂ. അബദ വ ഹമിദ. ഇണം. ഓക്കെ. അങ്ങനെ എല്ലാ പദങ്ങളും തഹജ്ജിയ. എല്ലാ പദങ്ങളും തഹജ്ജി ചെയ്യുക. ഈ ഹ എന്നുള്ള അക്ഷരാണ് ഞങ്ങൾക്കൊന്നും പറയുമ്പോ അങ്ങോട്ട് വരൂല. അതെന്ത് വർത്താനാ പിന്നെ ഇപ്പൊ പറഞ്ഞെന്താ? ഇങ്ങനെ എപ്പോഴും വിചാരിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ അത് ഹ ആയിപ്പോ. സാറ് പറയുമ്പോ അത് നല്ല ഹ ഹ നല്ലാണ്, അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു വേറൊരു ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്. ക്ലിയർ അത് തന്നെയല്ലേ ഇപ്പൊ നിങ്ങളും പറഞ്ഞേ. എന്താണ് വെറുതെ ഓരോന്ന് പറയാ. ഹ തന്നെ നിങ്ങളും പറഞ്ഞേ. എനിക്ക് തോന്നുന്നു അത് അത്ര രസമില്ല. മനുഷ്യന്മാരൊക്കെ ചിരിക്കുന്ന നോക്കി നിങ്ങൾ എല്ലാരും ചിരിക്കുക. വല്ലാത്തൊരു കഥ. യെസ്, ആയിക്കോട്ടെ. അപ്പൊ ഹ എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. സൂറത്തു മുഅ്മിനൂനിലെ 11 ആയത്തുകൾ ഇന്നത്തെ സ്ലൈഡിലുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ട് തരും. ആദ്യത്തെ പേജിലെ മുഅ്മിനൂനിലെ ആദ്യത്തെ പേജ് അർത്ഥ തഫ്സീർ സഹിതം ഉണ്ടാകും. അത് നിങ്ങൾ നോക്കണം. ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് റെഡിങ് കൊടുത്തത് മുഫഹമായ അക്ഷരങ്ങളാണ്. ഖദ്, ഖദ് എന്ന് പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങനെ ഓരോ ആയത്തുകളിലെയും കേട്ടോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ഓക്കെ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. അള്ളാഹു ബർക്കത്താക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വഅലൈക്കും അസ്സലാം.